Hi and welcome to the new video. In this video, I'll be discussing about Parseval's theorem related to Fourier series, continuous time Fourier series and power density spectrum of a continuous time signal x of t. Okay. So Parseval's theorem എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് തിയറം ആണ് ഒരു സിഗ്നലിന്റെ ആവറേജ് പവർ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എക്സ് ഓഫ് ടിയുടെ ആവറേജ് പവർ പി കണ്ടുപിടിക്കാം യൂസിങ് ഇറ്റ്സ് എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസ് കോഎഫിഷ്യൻ. ഇത് ഫോർമുലേറ്റ് ചെയ്തത് മാർക്ക് എ പാർസിവൽ ആണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് പാർസിവൽ തിയറം എന്നുള്ള രീതിയിൽ അറിയുന്നത്. സോ the theorem states that if the complex Fourier coefficient of a signal x of t is Cn with a period t, then the average power of the signal can be obtained by p is equal to ഇത് ജനറൽ ഇക്വേഷൻ ആണ് 1/t/0 to t mod x of t square dt. അതിന് പകരം സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് സി എൻ സ്ക്വയർ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആവറേജ് പവർ സിഗ്നലിന്റെ ആവറേജ് പവർ കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത്. അതായത് കോഎഫിഷ്യന്റ് അറിഞ്ഞാൽ മതി ആവറേജ് പവർ കണ്ടുപിടിക്കാം, ഈ ഇക്വേഷന്റെ ആവശ്യം ഇല്ലാണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൂഫാണ് നമുക്കിനി നോക്കാനുള്ളത്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് റിലേഷൻസ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ജസ്റ്റ് പറയാം. അതായത് നമുക്ക് മോഡ് എക്സ് ഓഫ് ടി സ്ക്വയർ അതപ്പോൾ അവിടെ വരുന്ന ഒരു സാധനമാണല്ലോ മോഡ് എക്സ് ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് ടി മൾട്ടിപ്ലൈഡ് ബൈ എക്സ് സ്റ്റാർ ഓഫ് ടി ഈക്വൽ ടു മോഡ് എക്സ് ഓഫ് ടി സ്ക്വയർ ആണ് നമുക്കറിയണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾസ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു ഇതാണ് പ്രൂവ് അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി പറയുന്നത് മാത്രം. എ പ്ലസ് ജെ ബി ആണെങ്കിൽ നമുക്കറിയാം എക്സ് സ്റ്റാർ ഓഫ് ടി എന്തായിരിക്കും? എക്സ് സ്റ്റാർ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ജെ ബി ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും പ്രോഡക്റ്റ് എടുത്താൽ എന്താ കിട്ടും നോക്കി നോക്കി. എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് സ്റ്റാർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്ത് വരും? എ പ്ലസ് ജെ ബി ഇൻറ്റു എ മൈനസ് ജെ ബി ഈക്വൽ ടു എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എക്സ് ഓഫ് ടി ആണ് അല്ലേ. ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് വന്നിട്ടുള്ളത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ മോഡ് എക്സ് ഓഫ് ടി സ്ക്വയർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ റിലേഷൻ ഉപയോഗിക്കുന്നത്. മോഡ് എക്സ് ഓഫ് ടി സ്ക്വയറിന് പകരം നമുക്ക് വേണമെങ്കിൽ എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് സ്റ്റാർ ഓഫ് ടി എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ എന്താ പറയുക എക്സ് ഓഫ് ടിയുടെ റെപ്രസെൻറ്റേഷൻ എഴുതിയിട്ടാണ് തുടങ്ങുന്നത്. ഒരു സിഗ്നലിൻ്റെ കണ്ടിന്യൂസ് ടൈം ഫൊറിയർ സീരീസിൻ്റെ റെപ്രസെൻറ്റേഷൻ എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്തായിരുന്നു? എക്സ് ഓഫ് ടി ഈസ് ഗിവൺ ബൈ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി എൻ ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ സീറോ ടി എന്നായിരുന്നു അല്ലേ. ഇതായിരുന്നു നമ്മുടെ റെപ്രസെൻറ്റേഷൻ വന്നായിരുന്നത്. അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ നമുക്ക് ഇവിടെ എക്സ് സ്റ്റാർ ഓഫ് ടി എഴുതാലോ. എക്സ് സ്റ്റാർ ഓഫ് ടി ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി എൻ എന്നുള്ളത് എന്താവും? സി എൻ കോൺജുഗേറ്റ് ആവും. ഈ റേസ് ടു മൈനസ് മാറിയിട്ട് അവിടെ എന്താവും? എന്താ ഓക്കെ, ഒരു സെക്കൻഡ് ഇതിൽ നമ്മൾ പറഞ്ഞതിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഇവിടെ മൈനസിലല്ലോ നമ്മുടെ എക്സ് ഫോറിയർ സീരീസിലെ എക്സ് ഓഫ് ടി ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി എൻ ഇ റേസ് ടു ജെ എൻ ഒമേഗ സീറോ ടി ആണ്. അപ്പോൾ എക്സ് സ്റ്റാർ ഓഫ് ടി എടുക്കുമ്പോൾ സി എൻ മാറി സി എൻ സ്റ്റാർ ആവും. ഇവിടെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ മൈനസ് വരും, ജെ എൻ ഒമേഗ സീറോ ടി. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ് ഓഫ് ടിയും എക്സ് സ്റ്റാർ ഓഫ് ടിയുടെയും റെപ്രസെൻറ്റേഷൻ. ഇനി നമുക്ക് ആവറേജ് പവറിൻ്റെ ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. വി ഹാവ് ആവറേജ് പവർ ഈസ് ഈക്വൽ ടു 1/t integral over 0 to t mod x of t square dt എന്നാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/t integral over 0 to t x of t സ്ക്വയറിനെ ഇത് പ്രകാരം x of t into x conjugate of t എന്ന് എഴുതാലോ, dt. ഇനി ജസ്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളത് രണ്ടാമത്തെ കോൺജുഗേറ്റിൻ്റെ ഇതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ 1/t integral over 0 to t എക്സ് ഓഫ് ടി ഞാൻ അതേപോലെ തന്നെ നിർത്തി. മറ്റേതിന് പകരം അപ്പം നമുക്ക് എന്ത് കൊടുക്കാം? സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി എൻ കോൺജുഗേറ്റ് ഇ റേസ് ടു മൈനസ് ജെ എൻ ഒമേഗ സീറോ ടി എന്ത് വരും? ഡി ടി. ഓക്കെ, സോ ഇതിൽ ഇനി നമുക്ക് പ്രൂവ് ചെയ്തെത്തേണ്ടത് എവിടേക്കാന്നുള്ളതും കൂടി ആലോചിക്കാം. സി എൻ സ്ക്വയർ വരണം. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, എന്താ മോഡ് സി എൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സി എൻ ഇൻറ്റു സി എൻ കോൺജുഗേറ്റ് ആണ്. അപ്പോൾ ഈ സി എൻ കോൺജുഗേറ്റ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ സി എൻ കോൺജുഗേറ്റ് ഉടനെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സിഗ്മേനെ ഞാൻ ഇങ്ങോട്ട് എടുക്കണം. സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി
സി എൻ കോഞ്ചുഗേറ്റിനെ അങ്ങോട്ട് മാറ്റി ബാക്കി അവിടെ കിടക്കുന്നത് എന്താ 1/t ഉണ്ട്. ഇൻ്റഗ്രൽ 0 to t x of t e raised to minus jn omega 0t dt. ഇതെന്തിൻ്റെ എക്സ്പ്രഷനാണ്? ഈ കിടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പ്രഷനാണ് സി എൻ്റെ എക്സ്പ്രഷനാണ് അല്ലേ. സോ അപ്പോൾ നമുക്ക് എന്തായി മാറി സിഗ്മ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി എൻ സ്റ്റാർ ഇൻറ്റു സി എൻ അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി മോഡ് സി എൻ സ്ക്വയർ എന്ന് എഴുതാലോ. അപ്പോൾ ഇത്രേ വരുന്നുള്ളൂ. ഇതായിരുന്നു നമ്മൾ പ്രൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലേ. സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി മോഡ് സി എൻ സ്ക്വയർ. ഇതിലെ ഈ മോഡ് സി എൻ സ്ക്വയറിനെ പറയുന്നതാണ് പവർ ഡെൻസിറ്റി അല്ലെങ്കിൽ പവർ ഡെൻസിറ്റി സ്പെക്ട്രം എന്നുള്ള രീതിയിൽ പറയും. പവർ ഡെൻസിറ്റി സ്പെക്ട്രം വേഴ്സസ് എൻ പ്ലോട്ട് ചെയ്യുമ്പോൾ പവർ ഡെൻസിറ്റി സ്പെക്ട്രം. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ആവറേജ് പവർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്.